വരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ, എവിടെ പോയി, ഇനി വീഡിയോസ് ഇടുന്നില്ലേന്നൊക്കെ. അപ്പോൾ വീഡിയോസ് ഇടൽ നിർത്തിയതല്ല, നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ടി വി എസിൻ്റെ തിരൂരുള്ള പ്രിൻസ് ഷോറൂമിലാണ്. പ്രിൻസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ടി വി എസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഡീലറാണിത്. അപ്പോൾ നമ്മളിന്ന് കുറച്ചായിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കായിരുന്നു ടി വി എസിൻ്റെ ഇലക്ട്രിക്കൽ വണ്ടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു വണ്ടിയാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത് കിട്ടാഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത ഷോറൂമുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ആയതാണ് ഈ ഒരു ഷോറൂം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോണത്. ഒരു ടി വി എസിൻ്റെ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന, പാസഞ്ചർ ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരെ വീഡിയോയിലോട്ട് പോകാം. ടി വി എസിൻ്റെ EV Max എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയാണിത്, പാസഞ്ചർ ഓട്ടോറിക്ഷയാണ്. നമുക്കിതിൻ്റെ മുഴുവൻ മൊത്തമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ 3 കളറിലാണ് നിലവിൽ വണ്ടി വരുന്നത്. ഇങ്ങനെ ബ്ലൂ ആയിട്ട്, ഇതിൻ്റെ വുഡ് വരുന്നത് ബ്ലൂ കളർ തന്നെയാണ് എല്ലാത്തിനും കാണുന്നത്. ബോഡിയുടെ കളർ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് കളർ ഉണ്ട്. അത് കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ബ്ലാക്കും കൂടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. ബ്ലാക്ക് നിലവിൽ ഷോറൂമുകളിൽ കാണുന്നുണ്ടാവില്ല, അത് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി ഇറക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 കളറാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടിയുടെ പൊതുവേ ഒരു ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട്. വണ്ടി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പഴയ നമ്മുടെ ടി വി എസിൻ്റെ വണ്ടികളെ അപേക്ഷിച്ചിട്ട് ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ഭംഗി വണ്ടിക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടി വി എസിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ട് തന്നെ നല്ലൊരു ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് കളറിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം. അതുകൂടാതെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് പറയാൻ അത്രയും ഭംഗിയിലാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പവർ വണ്ടിക്കുണ്ട്. അത് പൊതുവെ എല്ലാവരും നമ്മൾ ഈ വണ്ടി ചെയ്യുന്നതിന് മുന്നേ തന്നെ ആളുകൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോഡീൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ പറയുകയാണെങ്കിൽ മറ്റു വണ്ടികളുടെ ടി വി എസിൻ്റെ മറ്റ് പാസഞ്ചർ ഓട്ടോറിക്ഷകളുടെ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് ബോഡി വന്നിട്ടുള്ളത്. അതിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഡിസൈനിൽ. അതേപോലെ ടയർ നമ്മുടെ പൊതുവേ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും, വിഡ്ത്ത്. അതങ്ങനെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും നമ്മുടെ ബജാജിൻ്റെ ഒക്കെ വണ്ടീനെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. അതൊരു പോരായ്മ ആയിട്ടും പറയാം, ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഹൈറ്റ് കൂടുതലായ കാരണം കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ചെറുക്കാൻ, അല്ലെങ്കിൽ ഒരു യാത്രാസുഖമൊക്കെ കൂടുതൽ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട്, വെള്ളം തെറിക്കുന്നതും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈറ്റ് ഒരു അഡ്വാൻറ്റേജും കൂടെ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു ഡിക്കിൻ്റെ ഒരു ഉപയോഗത്തിന് കൊടുത്തിട്ടുള്ളത്. മറ്റ് നമ്മുടെ ബജാജ് വണ്ടികൾക്കൊന്നും ഈ ഒരു സംഭവം ഇല്ല, ഈ ബാക്കിൽ ഓപ്പൺ ആക്കാനുള്ള ഒരു സംഭവം ഇല്ല. ഇതിനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ബോഡി കെട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോർ സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിക്കി സ്പേസ് നമുക്ക് പറയുകയാണെങ്കിൽ അധികം ഒരു സംഭവങ്ങളൊന്നും വെക്കാനുള്ളൊരു സ്പേസ് കുറവാണ്. എന്നാലും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കൊള്ളിക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പിനി വരുന്നത്. ഈ ഒരു സ്റ്റെപ്പിനി ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു സെക്ഷനാണ്, വണ്ടി ചാർജ് ചെയ്യുന്നത്. വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് പറയാനില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം, അതിനുള്ളൊരു സ്പേസേ ഉള്ളൂ. പിന്നെ നമുക്ക് താഴെ വന്നാൽ ഇത് നമ്മുടെ ഡിക്കിയാണ്. ഇവിടെ വന്നാലും ഇവിടെ നമുക്ക് ഇത് നമ്മുടെ മേലെ കണ്ട ആ ഭാഗത്തിൻ്റെ അടിഭാഗമാണ്, അത്രേ ഉള്ളൂ. ഇവിടെ കൂടി നമുക്ക് സാധനങ്ങൾ വെക്കാം, മേലെ കൂടിയും വെക്കാം. അത്രയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ എൻജിന് നമ്മുടെ മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് താഴ്ഭാഗത്തായിട്ടാണ്. അത് നമുക്ക് അവിടെ നിന്ന് കാണാനുള്ള ഒരു സ്പേസ് ഇല്ല, ഇവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന് നമ്മൾ ഡീസൽ വണ്ടികളൊന്നും പോലെ ഒരുപാട് മെഷീനറീസ്, നമ്മുടെ എൻജിൻ്റെ പാർട്സുകളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു മോട്ടറും അതേപോലെ ഈ ഒരു ആക്സിൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത്ര ഇതിന് വരുന്നുള്ളൂ, എത്രയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് നമുക്ക് അടി കാണാൻ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഇത്. നമുക്കിവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർജർ ഇവിടെ കണക്ട് ചെയ്തതിനു ശേഷം ചാർജർ ഇതിൽ കൂടെ തന്നെ എടുത്തിട്ട് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ബാക്ക് തുറന്നപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്തായിട്ട് ചാർജർ കിടക്കുന്നുണ്ട്. ആ പോർട്ട് അവിടെ കണക്ട് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ഇനി പോകുന്ന വഴിയാണെങ്കിൽ ഈ ചാർജർ സിമ്പിളായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടെ എടുത്തിട്ട് ചാർജ് ചെയ്യുക. ചാർജിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, അത്രേ വരുന്നുള്ളൂ. നമുക്ക് ബോഡിയിൽ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളൂ. അതുപോലെ നമ്മുടെ പാസഞ്ചറിന് ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ബജാജിൻ്റെ ഒരു ഏകദേശമാണ്, പക്ഷെ ഒന്നും കൂടെ ഒരു പൊടിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്, ഞാനിരുന്ന് നോക്കിയപ്പോൾ. ബാക്കിയൊക്കെ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്ന ആ ഒരു വുഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ ഇതിൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ആ ഒരു വുഡ്
അവിടെ വലിച്ചെട്ടിയാണ്ട് തരലാണ്. അപ്പോൾ ഞങ്ങളെ നമുക്ക് ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പുറം മാത്രം കാണിച്ചിട്ട് കാര്യമില്ല, ഇത് എങ്ങനെ ഓടിക്കുക എന്നുള്ളതും കൂടെ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമ്മൾ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അറിയുന്നത് വെച്ചിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഷോറൂം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ള ഒരു കഴിവ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കീൻ്റെ പോർട്ട് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. നമുക്കിവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ സൈഡിൽ ഇവിടെ ഒരു ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ചൊരു സ്പേസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഈ സൈഡിലും അതുപോലെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഫാബ് ബോക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പോർട്ടുകൾ അത്യാവശ്യം സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബജാജിൻ്റെ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ സ്പേസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വരുന്നത് ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പോർട്ട് കമ്പനി തന്നെ ഇൻബിൽറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഏറ്റവും പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഈ ഒരു വണ്ടീൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇത്തരം ഒരു രീതിയിലുള്ളൊരു ഡിസ്പ്ലേ നമ്മൾ മറ്റു വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല. നല്ല രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് കീ ഓൺ ആക്കിയാൽ നല്ലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ അവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇതിൽ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണുന്നുണ്ട്, ആവറേജ് സ്പീഡ് കാണാം. അതേപോലെ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു സെക്ഷൻ കാണാം, എത്ര ബാറ്ററി ചാർജ് ഇനി പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് ചാർജിങ് ആണോ അല്ല എന്നുള്ള ആ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിളൊക്കെ ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്, ഹോൺ ഇവിടെയാണ് വരുന്നത്, ഇൻഡിക്കേറ്റർ ഇവിടെയാണ്, ഹെഡ്ലൈറ്റിൻ്റെ പാർക്കിങ്ങൊക്കെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്, പാസ് ഡിമ്മിൻ്റെ ബ്രൈറ്റ് ഡിമ്മിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നേരെ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കാം, എങ്ങനെ ഓടിക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കീ ഓൺ ആക്കിയാൽ ഇങ്ങനെ ഇത്തരത്തിലൊരു ഡിസ്പ്ലേ വരും. നമ്മൾ കീ ഓൺ ആക്കിയ പാട് ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ടാണ് കാണുക, ന്യൂട്രൽ എന്നുള്ളതിൻ്റെ സംഭവമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 മോഡുകളാണുള്ളത്. റിവേഴ്സ് 6 എന്നുള്ളത് റിവേഴ്സാണ്, എം എന്ന് പറയുന്നത് നമുക്ക് നോർമൽ റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, എഫ് എന്ന് പറയുന്നത് ഫാസ്റ്റ്. നമുക്കൊരു കയറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പുള്ളിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണിത്. അപ്പോൾ ഇത്രയും ഒരു സിമ്പിളാണ്, വളരെ സിമ്പിളാണ് വണ്ടി ഓടിക്കാൻ, ഏതൊരു അറിയാത്ത ആൾക്ക് ഓടിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ എഫ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം എഫ് എന്നുള്ളത്. ആ സമയത്ത് നമ്മളൊന്ന് വണ്ടി ജസ്റ്റ് കൊടുത്താൽ വണ്ടി ഇതാ മൂവ് ആവുന്നുണ്ട്. അതുപോലെ വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 6 കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വരുന്നുള്ളൂ വണ്ടിയുടെ ഒരു ഓപ്പറേഷന് കാര്യങ്ങളൊക്കെ. ഇത്രയും സിമ്പിളാണ് വണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ, ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ബാറ്ററി വരുന്ന ഒരു പോർഷൻ ഇതാണ്. നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വണ്ടിയുടെ ബാറ്ററി വരുന്നത്. ഇത്രയും കാര്യങ്ങളെ വണ്ടിക്ക് മെയിനായിട്ടുള്ളൂ. നമ്മുടെ ഡീസൽ വണ്ടി പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ TVSൻ്റെ ഈ EV Max എന്ന് പറയുന്ന ഒരു വണ്ടി 11 കിലോവാട്ട് പവറുള്ള 40 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 9.2 കിലോവാട്ടാണ്. ചാർജർ വരുന്നത് 3 കിലോവാട്ട് ആണ് ഇതിൻ്റെ ചാർജർ കപ്പാസിറ്റി വരുന്നത്. ഓഫ് ബോർഡ് ചാർജറാണ്, നമ്മൾ നേരത്തെ കാണിച്ചു. പിന്നെ നമുക്ക് ടയറിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LED ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. LED നമ്മുടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. പിന്നീട് നമുക്ക് പറയാൻ ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ 80% 2.25 മണിക്കൂർ കൊണ്ട് ആവുന്നതാണ്. 2.25 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ 80% ചാർജ് ആവും. അത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഒരു 3.5 മണിക്കൂറോളം വരും. ബാക്കിയുള്ള ഒരു 20% ചാർജ് ആവാൻ അത്യാവശ്യം ടൈം എടുക്കും. അതിലാണ് കൂടുതൽ പവർ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഫുൾ ചാർജ് ആവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ കമ്പനിയുടെ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് നമ്മുടെ EV Maxൻ്റെ 179 കിലോമീറ്ററാണ്. ഒരു ഫുൾ ചാർജ് ആയിട്ടുള്ള വണ്ടി 179 കിലോമീറ്റർ കിട്ടുന്നതാണ് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ മറ്റ് വണ്ടികൾ ബജാജിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പനി പറയുന്നത് പൊതുവെ കിട്ടാറില്ല. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 150-140 വരെ ഇത് ഉപയോഗിക്കുന്നവർ മൈലേജ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു റേഞ്ച് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ റോഡുകൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ഓടിക്കലിന് അതേപോലെ നമ്മുടെ റോഡുകൾക്കൊക്കെ അനുസരിച്ച് മൈലേജിൽ വ്യത്യാസം വരും. അത് കമ്പനീനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് നമ്മുടെ ഡീസൽ വണ്ടിയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനനുസരിച്ച് മൈലേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ വാറണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 6 വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇതിലേതാണോ ആദ്യം വരുന്നത് അതോടെ വാറണ്ടി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു സമയം വരെ കമ്പനിക്ക് വാറണ്ടി ഉണ്ട്. 6 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ, അത്രയാണ് കമ്പനി പറയുന്നത്. അതുപോലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളെ വണ്ടിക്ക് വരുന്നുള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സവിശേഷത പറയേണ്ടത് തന്നെയാണ്. അതുകൂടാതെ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ പറയാം, ഓട്ടോറിക്ഷകളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ആദ്യത്തെ വണ്ടിയാണ് TVXൻ്റെ E Max എന്ന് പറയുന്ന ഒരു വണ്ടി.
ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി നമുക്ക് ഇൻബിൽട്ടായിട്ട് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിലവിൽ കുറവാണ്. നമ്മുടെ അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ GPS അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഇതുപോലെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റേറ്റാണ്. ഒരു വണ്ടി എടുക്കണമെങ്കിൽ യൂസ്ഡ് ആണെങ്കിലും പുതിയതാണെങ്കിലും ഒക്കെ നമുക്ക് വില അറിയണം. അപ്പോൾ വണ്ടിയുടെ വില എന്ന് പറയുന്നത് നിലവിലത്തെ വില പറയുന്നത് 2,39,470 രൂപയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള റേറ്റാണ് അത് വരുന്നത്. ഒരു ഏകദേശം 2,40,40,000 പറയാം. ചിലപ്പോൾ കുറച്ച് കൂടാനോ കുറച്ച് കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഓരോ സമയത്ത് ഓരോ റേറ്റ് ആയിരിക്കും. ഓരോ ഇതിനൊക്കെ അനുസരിച്ച് റേറ്റുകളിൽ വ്യത്യാസം വരും. അപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു റേറ്റ് അത്രയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആരെങ്കിലും ഈ നമ്മുടെ TVSൻ്റെ EV Max എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. നല്ല വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെയ്താൽ വീഡിയോ കൂടുതൽ റീച്ച് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കോളും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ നമുക്ക് നൽകണം. ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്, ഭാവിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ വീഡിയോക്കും അടുത്ത വീഡിയോക്കൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.